Good morning, dear students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫൈലം പോറിഫെറ തുടങ്ങിയിരുന്നു. ഫൈലം പോറിഫെറയുടെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിച്ചു. ഫൈലം പോറിഫെറയുടെ ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഫൈലം പോറിഫെറ നമ്മൾ എത്ര ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചത്? 3 ക്ലാസ് ആയിട്ടാണ് ഫൈലം പോറിഫെറ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് ആ ക്ലാസ്? കാൽക്കേറിയ, ഹെക്സാറ്റിനിഡ ആൻഡ് ഡീമോസ്പോഞ്ചിയ. അങ്ങനെ 3 ക്ലാസ് ആണ് ഫൈലം പോറിഫെറയ്ക്കുള്ളത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കാൽക്കേറിയ ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇതെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഹെക്സാറ്റിനിഡയും ഡീമോസ്പോഞ്ചിയയും കുറിച്ച് പഠിക്കാം. ക്ലാസ് ഹൈഡ്രോസ്പോഞ്ചിയ അല്ലെങ്കിൽ ഹെക്സാറ്റിനിഡ. ഹെക്സാറ്റിനിഡ ഇസ് എ ക്ലാസ് ഓഫ് സ്പോഞ്ചസ് വിത്ത് സിലീഷ്യസ് സ്പിക്യൂൾസ്. അപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്ന സ്പോഞ്ചസിൽ നമുക്ക് കാണുന്ന സ്പിക്യൂൾസ് എന്ന് പറയുന്നത് സിലീഷ്യസ് സ്പിക്യൂൾസ് ആണ്. അതായത് സിലിക്ക കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സ്പിക്യൂൾസ് ആണ് ഈ ക്ലാസ്സിൽ വരുന്ന സ്പോഞ്ചസിൽ നമ്മൾ കാണുന്നത്. The skeleton is made entirely of silica. These are often called glass sponges. അപ്പോൾ ഹെക്സാറ്റിനിഡ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന സ്പോഞ്ചസ്, അതിൻ്റെ സ്കെലിറ്റൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഈസ് മെയ്ഡ് എൻറ്റയർലി ഓഫ് സിലിക്ക. ഇവയെ നമ്മൾ ഗ്ലാസ് സ്പോഞ്ചസ് എന്നാണ് അറിയപ്പെടുന്നത്. The siliceous spicules are generally composed of 3 perpendicular rays and hence 6 points. So these are described as hexatin. These are often fused. These spicules are often fused, lending hexatinid a structural rigidity, not typical of other sponge taxa. ഈ സ്ട്രക്ചറൽ റിജിഡിറ്റി, ഈ ഹെക്സാറ്റിനിഡ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന സ്പോഞ്ചസിൽ കാണുന്ന സ്ട്രക്ചറൽ റിജിഡിറ്റി മറ്റ് ക്ലാസ്സിൽ വരുന്ന സ്പോഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ സ്ട്രക്ചറൽ റിജിഡിറ്റി വരാൻ കാരണം എന്താണ്? സ്പിക്യൂൾസ് ആർ ഫ്യൂസ്ഡ്. സ്പിക്യൂൾസ് ഫ്യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഹെക്സാറ്റിനിഡ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന സ്പോഞ്ചസിന് സ്ട്രക്ചറൽ റിജിഡിറ്റി കൊടുക്കുന്നത്. By virtue of the presence of rigid network of spicules, the body is non-contracted. Structural rigidity ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ body is non-contracted. The glass sponge body wall is a syncytium. അപ്പോൾ എന്താണ് syncytium? A syncytium is a large or extensive multinucleated cytoplasm enclosed by an external membrane but not divided into cells by internal membrane. അപ്പോൾ syncytium എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സൈറ്റോപ്ലാസം ഉണ്ട് and that cytoplasm is multinucleated cytoplasm ആണ്. And this cytoplasm is not divided into cells by internal membranes. ഈ കണ്ടീഷനെയാണ് നമ്മൾ syncytium എന്ന് പറയുന്നത്. So it's a multinucleated cytoplasm and this cytoplasm is not divided into cells by internal membranes. This condition is known as syncytium. A cellular pinacoderm and choanoderm are present. Pinacoderm, choanoderm ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. Typical choanocytes are replaced by collar bodies, each with a collar and flagellum but lacking a nucleus. Glass sponge occur worldwide, mostly at depth between 200 and 1000 meters. This group of sponges are especially abundant in Antarctic. Glass sponges are upright and completely sessile. They are upright and completely sessile. They possess specialized structures at the base for holding fast in the ocean floor. They are typically cylindrical. Typically glass sponges എങ്ങനെയാണ്? They are typically cylindrical but some are cup-shaped and branching. Average height is between 10 to 30 centimeters. They possess a central cavity through which water flows. A cap of tightly woven spicules cover the osculum in some species. Coloration is pale. Coloration വളരെ pale കളറാണ് ഇവിടെ കാണുന്നത്. ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ യൂപ്ലെക്റ്റില. Sorry students. Euplectilla is commonly called as Venus flower basket. Euplectilla is otherwise known as Venus flower basket. It is famous for its beautiful skeleton.
വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് എന്ന പേര് വരാൻ തന്നെ കാരണം ഇതിന്റെ സ്കെലിറ്റൻ ഒരു ഫ്ലവർ വേസ് പോലെയാണ് ഇരിക്കുന്നത്. ബ്യൂട്ടിഫുൾ സ്കെലിറ്റൻ ആണ്. സോ യൂപ്ലെക്റ്റില is otherwise known as Venus flower basket and is famous for its beautiful skeleton. One of the most beautiful glass sponges. Body consists of long, rigid, curved and thin-walled cylindrical tube. അപ്പോൾ ബോഡി എങ്ങനെയാണ് കാണപ്പെടുന്നത്? It is long, it is rigid and curved, thin-walled cylindrical tube. ഇതാണ് യൂപ്ലെക്റ്റിലയുടെ ഫോട്ടോഗ്രാഫ്. The body is long, rigid, thin and curved. This is euplectilla. ഇത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു ഫ്ലവർ വേസിന്റെ ഷേപ്പാണ്, ബ്യൂട്ടിഫുൾ ഷേപ്പാണ്. അതുകൊണ്ടാണ് യൂപ്ലെക്റ്റിലെ നമ്മൾ എന്തെന്ന് പറയുന്നത്? വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. Usually 6 to 11 inches long and 1 to 2 inches in diameter. Curved and rigid structures seem to be an adaptation for life at depth of 500 meters or more. A curved rigid structure is an adaptation for this pond for the life at depth of about 500 meters or more. It is a deep sea form. Deep sea form ആയതുകൊണ്ട് തന്നെ ഈ curved rigid structure ഇതിനൊരു adaptation ആണ്. And terminal opening of the body is capped by oscular sieve plate. Body wall has numerous openings called parietal gaps. Body wall നിറച്ച് കുഞ്ഞു കുഞ്ഞു ഓപ്പണിങ്സ് ഉണ്ട്. ഈ ഓപ്പണിങ്സിന്റെ പറയുന്ന പേരെന്താണ്? It is parietal gaps. These parietal gaps leads to spongiocele. Parietal gaps എങ്ങോട്ട് ലീഡ് ചെയ്യുന്നു? സ്പോഞ്ചോസീലിലേക്ക്. Euplectilla is a deep sea form. It is attached to bottom by a tuft of root-like long siliceous threads arising from the lower end of the body. A large spongiocele harbors various crustaceans. അപ്പോൾ അതാണ് യൂപ്ലെക്റ്റില. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് ആണ് ക്ലാസ് ഡീമോസ്പോഞ്ചി. This class, Demospongia, is the largest and most diverse of the classes of sponges, comprising approximately 90% of all sponges. Spicules are made up of either spongin എന്ന് പറഞ്ഞാൽ is an organic substance or silica. ഇവിടെ ഡീമോസ്പോഞ്ചി എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന സ്പോഞ്ചസിൽ കാണുന്ന സ്പിക്യൂൾസ് ഒന്നുകിൽ സ്പോഞ്ചിൻ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും, അല്ലെങ്കിൽ സിലിക്ക കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. ചില ഫോംസിൽ നമുക്ക് സ്പോഞ്ചിൻ സ്പിക്യൂൾസും കാണാൻ സാധിക്കും, സിലിക്ക കൊണ്ട് നിർമ്മിച്ച സ്പിക്യൂൾസും കാണാൻ സാധിക്കും. All spicules are secreted intracellularly. Mesoglea is well developed. ഇവിടെ mesoglea, it is well developed. Demosponges are found in tropical or subtropical water, marine environment and some inhabit fresh water. അപ്പോൾ ഇവിടെ എല്ലാം കാണുന്നുണ്ട്. ട്രോപ്പിക്കൽ സബ്ട്രോപ്പിക്കൽ വാട്ടറിൽ കാണും, മെറൈൻ എൻവയോൺമെന്റിൽ കാണും, and some are found in fresh water. They are asymmetrical. Demospongia asymmetrical ആണ്. Range in size from few millimeters to over 2 meters. Pigment granules in amoebocytes often make members of this class brightly colored. അപ്പോൾ ഈ ഡീമോസ്പോഞ്ചി എന്ന പറയുന്ന ക്ലാസ്സിൽ വരുന്ന സ്പോഞ്ചസിൽ അമീബോസൈറ്റ്സിൽ എന്തുണ്ട്? പിഗ്മെന്റ് ഗ്രാന്യൂൾസ് ഉണ്ട്. ആൻഡ് ദീസ് പിഗ്മെന്റ് ഗ്രാന്യൂൾസ് ഗീവ്സ് ദീസ് സ്പോഞ്ചസ് ബ്രൈറ്റ് കളേഴ്സ്. ദേ ആർ ബ്രൈറ്റ്ലി കളേർഡ് ഇൻക്ലൂഡിംഗ് ബ്രൈറ്റ് യെല്ലോ, ഓറഞ്ച്, റെഡ്, പർപ്പിൾ ഓർ ഗ്രീൻ. Parenchyma larva is the characteristic of most demosponges. ഇതിന്റെ ലാർവൽ ഫോം ആണ് പാരൻകൈമുല ലാർവ. ഇനി പാരൻകൈമുല ലാർവ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഔട്ടർ ലെയർ ഓഫ് സീലിയേറ്റഡ് സെൽസ് എൻക്ലോസിംഗ് ആൻഡ് ഇന്നർ മാസ് ഓഫ് സെൽസ് കോൾഡ് ആർക്കിയോസൈറ്റ്സ്. അപ്പോൾ ഈ പാരൻകൈമുല ലാർവയിൽ എന്തൊക്കെയുണ്ട്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഔട്ടർ ലെയർ ഓഫ് സീലിയേറ്റഡ് സെൽസ്. ഔട്ടർ ലെയർ ഓഫ് സീലിയേറ്റഡ് സെൽസ്, ഔട്ടറിൽ നമുക്ക് സീലിയേറ്റഡ് സെൽസ് കാണാൻ സാധിക്കും. എൻക്ലോസിംഗ് ആൻഡ് ഇന്നർ മാസ് ഓഫ് സെൽസ് കോൾഡ് ആർക്കിയോസൈറ്റ്സ്. The most economically important group of demospongians are the bath sponges. Economically important ആണ്.
ഈ ക്ലാസ് demospongians are economically important, and economically important demospongians are the bath sponges. These bath sponges are bleached and marketed as bath sponges. The sponging affords the ideal features softness and absorbency. ഈ bath sponges കാണുന്ന spongin it afford ideal features like softness and absorbency. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ആണ് സ്പോഞ്ചില. So spongilla is a freshwater sponge that inhabit lakes, ponds and streams. Spongilla എവിടെ കാണുന്നു? It is a freshwater sponge. It inhabits in lakes, ponds and streams. It's a colonial form. Freshwater ആണ്, colonial form ആണ്, with highly variable and branching shape. So spongilla is a freshwater colonial form with highly variable and branching shape. It is green in color. Spongilla is usually green in color due to the presence of green algae. Spongilla is green in color. ഈ green color വരാൻ കാരണം due to the presence of green algae. It is characterized by the presence of monaxon spicules. Monaxon spicules എന്ന് പറഞ്ഞാൽ spicules with single axis, and these spicules are made up of silica. So monaxon spicules ആണുള്ളത്, and these spicules are made up of silica. These are held together by sponging fibers. Reproduction occurs sexually and asexually. Asexual reproduction is by gemule formation. ഇതാണ് സ്പോഞ്ചിന്റെ ഫോട്ടോഗ്രാഫ്. They are green in color, and this green color due to the presence of green algae. Next is phylogeny of sponges. ഈ സ്പോഞ്ചസിന്റെ ഫൈലോജനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പോഞ്ചസും പ്രോട്ടിസ്റ്റയുമായിട്ട് കുറേ അധികം സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രോട്ടിസ്റ്റയുമായിട്ടുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? ദേ ഹാവ് നോ ഡൈജസ്റ്റീവ് ട്രാക്ക്. സ്പോഞ്ചസിന് ഡൈജസ്റ്റീവ് ട്രാക്ക് ഇല്ല. പിന്നെ ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഡൈജഷൻ ഇറ്റ് ടേക്സ് പ്ലേസ് വിത്തിൻ ദി സെൽ. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് നമ്മൾ സ്പോഞ്ചസിൽ കാണുന്നത്. So it does not have any digestive tract. Sponges നമുക്ക് digestive tract കാണാൻ സാധിക്കില്ല. പിന്നെ lack of gastrula stage. Gastrula stage എന്ന് പറയുന്നത് ഒരു എംബ്രിയോണിക് സ്റ്റേജ് ആണ്. അനിമൽസിൽ കാണുന്ന എംബ്രിയോണിക് സ്റ്റേജ് ആണ്. അങ്ങനെ ഒരു എംബ്രിയോണിക് സ്റ്റേജ് നമുക്ക് സ്പോഞ്ചസിൽ കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സ്പോഞ്ചസിൽ നമുക്ക് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം എന്ന് പറഞ്ഞ 3 ഡിസ്റ്റിങ് സെൽ ലെയേഴ്സും നമുക്ക് സ്പോഞ്ചസിൽ കാണാൻ കഴിയുകയില്ല. സോ എംബ്രിയോണിക് സ്റ്റേജ് ആയ അനിമൽസിൽ കാണുന്ന എംബ്രിയോണിക് സ്റ്റേജ് ആയ ഗ്യാസ്ട്രുല നമുക്ക് സ്പോഞ്ചസിൽ കാണാൻ കഴിയില്ല. പിന്നെയോ എക്ടോഡേം, എൻഡോഡേം, മീസോഡേം എന്ന് പറയുന്ന 3 ഡിസ്റ്റിങ് സെൽ ലെയേഴ്സ് നമുക്ക് സ്പോഞ്ചസിൽ കാണാൻ കഴിയില്ല. ദി ഡു നോട്ട് ഹാവ് നെർവ് സെൽസ് ഓർ മസിൽ സെൽസ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് പ്രോട്ടിസ്റ്റയുമായിട്ടുള്ള സിമിലാരിറ്റീസ് ആണ്. It has an ancient ancestor, and this ancestor is choanoflagellate. It's a colonial protist. സ്പോഞ്ചസിന്റെ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു കൊയാനോഫ്ലാജലേറ്റ്. കൊയാനോഫ്ലാജലേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൊളോണിയൽ പ്രോട്ടിസ്റ്റ്. കൊളോണിയൽ പ്രോട്ടിസ്റ്റ് ആണ് കൊയാനോഫ്ലാജലേറ്റ്. ഈ കൊയാനോഫ്ലാജലേറ്റ് ഇറ്റ് ഈസ് സീൻ ഇൻ ഷാലോ വാട്ടർ. കൊയാനോഫ്ലാജലേറ്റ്സ് എന്ന് പറയുന്ന കൊളോണിയൽ പ്രോട്ടിസ്റ്റ് എവിടെയാണ് കാണുന്നത്? ഷാലോ വാട്ടറിലാണ് കാണുന്നത്. അപ്പോൾ സ്പോഞ്ചസിന്റെ ആൻസിസ്റ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് കൊളോണിയൽ പ്രോട്ടിസ്റ്റ് ആയ ദിസ് കൊയാനോഫ്ലാജലേറ്റ് ആണ്. ദിസ് choanoflagellate it is seen in shallow water, and it consists of small cluster of flagellated cells similar to choanocytes. choanoflagellates എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്മോൾ ക്ലസ്റ്റർ ഓഫ് ഫ്ലാജലേറ്റഡ് സെൽസ് കാണാൻ സാധിക്കും. ദീസ് ഫ്ലാജലേറ്റഡ് സെൽസ് ദേ ഷോ ക്ലോസ് സിമിലാരിറ്റി ടു കൊയാനോസൈറ്റ്സ്. കൊയാനോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ചസ് കാണുന്ന സെൽസ് ആണ്. അപ്പോൾ choanoflagellates കാണുന്ന a cluster of flagellated cells which shows close similarity to choanocytes. choanocytes എന്ന് പറയുന്ന സ്പോഞ്ചസിൽ കാണുന്ന സെൽസുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉള്ള ഫ്ലാജലേറ്റഡ് സെൽസ് കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? കൊയാനോഫ്ലാജലേറ്റ്സ് എന്ന് പറയുന്ന കൊളോണിയൽ പ്രോട്ടിസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. And this similarity means that sponges probably evolved from the type of
കൊളോണിയൽ protist. അപ്പോൾ ഈ സിമിലാരിറ്റിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് the sponges evolved from the colonial protist. For example, similarity between the choanoflagellate പ്രോട്ടിറോസ്പോഞ്ചിയ എന്ന് പറയുന്നത് ഒരു കൊയാനോഫ്ലാജലേറ്റ് ആണ്. ഈ പ്രോട്ടിറോസ്പോഞ്ചിയയും സ്പോഞ്ചസും തമ്മിൽ വളരെയധികം സിമിലാരിറ്റി ഉണ്ട്. കുറേയധികം സിമിലാരിറ്റീസ് നമുക്ക് ഈ കൊയാനോഫ്ലാജലേറ്റ് എന്ന് പറയുന്ന കൊളോണിയൽ പ്രോട്ടിറോസ്പോഞ്ചിയയും സ്പോഞ്ചസും തമ്മിൽ കാണാൻ സാധിക്കും. സോ this Proterospongia is considered as the connecting link between protist and sponges. Spongesനും പ്രോട്ടിസ്റ്റിനും ഇടയ്ക്കുള്ള കണക്റ്റിംഗ് ലിങ്ക് അല്ലെ പ്രോട്ടിസ്റ്റിനും സ്പോഞ്ചസിനും ഇടയ്ക്കുള്ള കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് പ്രോട്ടിറോസ്പോഞ്ചിയെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. So this is the phylogeny of sponges.